അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു മെഡിറ്റേഷനിലൂടെ പോയില്ലേ, ഈ മെഡിറ്റേഷന് എടുത്ത ഒരാൾക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ മൈൻഡിനെ അത് റിലാക്സ്ഡ് സ്റ്റേറ്റിൽ എത്തിക്കുന്നത് എന്നുള്ളത്. റൈറ്റ്, അവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, നമ്മുടെ സെൽഫിനെ തന്നെ ഒന്ന് എംബ്രേസ് ചെയ്യാന്നുള്ളൊരു കാര്യം അല്ലേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ഇൻ യുവർ ഫീൽ, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കണം, അല്ലെങ്കിൽ പേഴ്സണലി അറിയിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മന്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് ഈ ഒരു മന്തിൽ ഫസ്റ്റ് ഫ്രീ സെഷനാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്തിന് നമ്മളുടെ മൈൻഡ് ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു ടോപ്പിക്കിലാണ്. നമുക്കറിയാൻ പറ്റും നമ്മൾ ഇരിക്കുന്ന സ്പേസ് അല്ലെങ്കിൽ നമ്മളുടെ വീട്, നമ്മളുടെ റൂം, ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ദിവസം തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം രീതിയിലാണ്, എന്തൊക്കെ രീതിയിലാണ് ബാധിക്കുക എന്നുള്ളത് അല്ലേ. സോ ഇവിടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഞാൻ സൂമിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല, സൗണ്ട് ഓക്കെ ആണോ? കേൾക്കുന്നില്ല. സോ വി ആർ ഫോക്കസിങ് ഓൺ എന്താ പറയുക, നമ്മളുടെ മൈൻഡ് എന്തിനാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സൗണ്ട് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ റൂം ആയിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് അടുക്കി ഒതുക്കി വെക്കുന്ന ആളുകളാണ് അല്ലേ. ഒരു ദിവസം തന്നെ അത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഡിസ്റ്റർബൻസ് ആണ് നമ്മൾക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, കാണാൻ പറ്റാത്ത ഒരു അവയവാണ്. അവിടെ എന്ത് വരുന്നു എന്ത് വരുന്നില്ല എന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജനിച്ചപ്പം മുതൽ തന്നെ ഇത് ഫോം ചെയ്യുന്നുണ്ട് ആക്ച്വലി. റൈറ്റ്, നമ്മൾ ജനിച്ചപ്പം മുതൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് മൈൻഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പല ബുക്കിലായിട്ടും പല ഇൻഫോർമേഷൻസിലൂടെ ഒക്കെ അറിയുന്നുണ്ട്. അതിലെന്താണ് കോൺഷ്യസും സബ് കോൺഷ്യസും. അപ്പൊ ചെറുപ്പം മുതലേ സബ് കോൺഷ്യസ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എല്ലാ പ്രോഗ്രാംസും അതിൽ നല്ലതും ഉണ്ടാവും, ചീത്തതും ഉണ്ടാവും, വേസ്റ്റായ കാര്യങ്ങളും ഉണ്ടാവും, എല്ലാം മൈൻഡിലേക്ക് ഫോം ചെയ്യുന്നുണ്ട്. ലൈക്ക് സ്പോഞ്ച് പോലെ മൈൻഡ് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്കറിയാലോ, കുട്ടികളെ നമ്മൾ എടുത്തു നോക്കിയാൽ അവര് ഓരോ കാര്യങ്ങൾ അറിയാണ് നമ്മളിലൂടെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ പല രീതിയിൽ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയ കുറേ കാര്യങ്ങളുണ്ട് ഉള്ളിൽ. ഇപ്പോ നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേര് അത് ഫോൺ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാൻ നോക്കാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് നമ്മുടെ റൂം പരിസരമൊക്കെ നമ്മൾ എന്നും ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഫോൺ നമ്മൾ ക്ലിയർ ചെയ്യാൻ എപ്പോഴാണ് ശ്രമിക്കാറുള്ളത്? മെമ്മറി ഫുള്ളാവുമ്പോഴാണ് അല്ലേ. അതുവരെ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേയില്ല. കാരണം മെമ്മറി ഫുള്ളായാൽ എന്താണ്, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്സ് അതിൽ വർക്ക് ആവില്ല, നമുക്ക് പുതിയ ആപ്ലിക്കേഷൻസ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, നമ്മുടെ മൊത്തം ഫങ്ഷനെ അത് ബാധിക്കും അല്ലെ. ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അഥവാ സ്റ്റോറേജ് ഫുള്ളായാൽ എന്താണ്, ഐഫോണിന് നമുക്ക് വേണ്ട കാര്യങ്ങളെ ഡിലീറ്റ് ചെയ്ത് കളയും, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ ആ ഫോൺ തന്നെ ഡെയിലി ക്ലീൻ ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഇപ്പൊ ഞാനൊക്കെയാണെന്ന് പറഞ്ഞാല് ഡെയിലി അതൊരു ഹാബിറ്റായിട്ട് കൊണ്ട് നടക്കും. കാരണം നമുക്ക് കുറെ വീഡിയോസ് കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ വെച്ചാൽ മതി, വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ തപ്പിയെടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ. അപ്പൊ ഇത് നമ്മൾ കാണുന്നുണ്ട്, ഫോൺ നമ്മളെടുത്തുണ്ട്,
അല്ലെ? അത് നമ്മൾ നോക്കിയിട്ട് വേണ്ടാത്തത് ഏതാണോ വേണ്ടത് ഏതാണോ അത് ഫുള്ളാവുമ്പോൾ നമ്മൾ എടുത്തിട്ടെങ്കിലും കളയുന്നുണ്ട്. പക്ഷെ മൈൻഡിന്റെ കേസ്, നമ്മളുടെ മനസ്സിന്റെ കേസ് അങ്ങനെയാണോ വരുന്നത്? നമ്മൾ അതിൽ കാണുന്നില്ല. അതിലെന്താണ് ഉള്ളത് എന്ന് അറിയുന്നില്ല. എന്താണ് ഏതാണ് ഒന്നും അറിയാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മെമ്മറി എന്ന് പറയുന്നത് നമ്മളുടെ സൃഷ്ടാവ് നമുക്ക് തന്നതായതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആണ്. നമ്മുടെ സൃഷ്ടാവ് തന്ന ഒരു മെമ്മറി കാർഡാണ് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പൊ അതിന്റെ സ്പേസ് എന്ന് പറഞ്ഞാല് അൺലിമിറ്റഡ് ആണ്. അപ്പോ അത് നിറയുന്നത് നമ്മൾ അറിയുന്നില്ല. അതിൽ ഉള്ളത് വേണ്ടതാണോ എന്നറിയുന്നില്ല, വേണ്ടാത്തതാണോ എന്നറിയുന്നില്ല. ചെറുപ്പത്തിലോ എവിടുന്നെങ്കിലും ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഒരു കളിയാക്കൽ നേരിട്ടേക്കാം, അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളതും അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. ഇപ്പൊ ഒരു വലുതാവുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് വരുന്നൊരു പറഞ്ഞു വരുന്നൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് വേണ്ട കാര്യം എനിക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നോ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ക്ലാസ്സിൽ സെമിനാറിൽ പോകുമ്പോൾ എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ എൻ്റെ കൈ വിറക്കാൻ തുടങ്ങും, കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു രൂപത്തിൽ. വൈ ദിസ് ഇസ് ഹാപ്പനിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ചിലപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് എന്തെങ്കിലും ഒരു പൊട്ടത്തരം പറഞ്ഞപ്പോൾ ചുറ്റുമുള്ളവരൊന്ന് കളിയാക്കി ചിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞതിന് നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ പ്രോഗ്രാം കാര്യങ്ങൾ മൊത്തം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളിൽ കിടക്കുകയാണ്. അപ്പൊ വലുതാവുന്ന സമയത്ത് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വോണ്ട്, അന്ന് അനുഭവിച്ച ആ ഒരു വേദന ട്രിഗർ ആവുമ്പോൾ നമുക്ക് അവിടെ കോൺഫിഡൻസ് ഇല്ലാതെ പേടി വരിക, വിറയിൽ വരിക എന്നുള്ളൊരു രീതിയിലാവും. അപ്പോൾ ഇങ്ങനെയാണ് മൈൻഡിൽ കയറിയ ഓരോ കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് വേണ്ട കാര്യമാണോ? അല്ല അല്ലെ? അന്ന് സോറി അന്ന് കിട്ടിയ ആ ഒരു അനുഭവം, അതും ഒട്ടും ഹാപ്പി അല്ലാത്തൊരു അനുഭവം നമുക്ക് വേണ്ട കാര്യമില്ല. അത് നമ്മൾ വലുതായതിന്റെ ശേഷം നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലൈഫിൽ തരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരിക്കലും ഇല്ല അല്ലെ? അതിന്റെ ആവശ്യം ഇല്ല നമുക്ക്. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി, നമ്മൾ എന്താ വിചാരിക്കുക, നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി, ആ എക്സ്പീരിയൻസ് തന്ന ആളുടെ കുറ്റമാണ് എന്നാണ് വിചാരിക്കുക ആക്ച്വലി, അല്ലെ? അവരങ്ങനെ പറഞ്ഞോണ്ടല്ലേ, ഇവരിങ്ങനെ പറഞ്ഞോണ്ടല്ലേ, അവരിത് ചെയ്തോണ്ടല്ലേ, ഇവരിത് ചെയ്തോണ്ടല്ലേ എന്നൊക്കെ പറയും. അവരത് ചെയ്തു, അത് ആ ഒരു സമയത്തെ സിറ്റുവേഷൻ, മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് നമുക്ക് തന്നതാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു സംഭവത്തെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫോണിൽ നമുക്ക് വേണ്ടാത്ത കാര്യം ഡിലീറ്റ് ചെയ്യുന്ന പോലെ മൈൻഡിൽ പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ? ഇപ്പൊ നിങ്ങൾ തന്നെ കുറെ ശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓരോ ഇഷ്യൂ വരുമ്പോൾ യൂട്യൂബ് എടുത്തിട്ട് അത് കുറെ മോട്ടിവേഷണൽ ക്ലാസ്സസ് കേൾക്കുക, അത് കേൾക്കുക, എൻ്റെ ചിന്ത പോസിറ്റീവ് വരുന്നില്ല, നെഗറ്റീവാ വരുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ കുറച്ച് സമയത്തേക്കേ നടക്കുള്ളൂ, 1 or 2 days. കൺസിസ്റ്റന്റ് ആയിട്ട് അത് നടക്കൂല എന്നുള്ളതാണ്. അതിന് കാരണം എന്താ, ഉള്ളിൽ കയറി കൂടിയ ആ ഒരു എക്സ്പീരിയൻസ് അവിടെ കറക്റ്റ് പതിഞ്ഞു കിടക്കുന്നുണ്ട്. ആ പതിഞ്ഞു കിടക്കുന്നതിനെ നമുക്ക് ഡിലീറ്റ്, മനസ്സിന്റെ കാര്യത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ മൈൻഡിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പറ്റുന്നത് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അനുഭവം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആണ് ഇതാക്കുന്നത് അല്ലെ? അവരത് ചെയ്തു, അവരിത് ശരിയാണ്, ഒരു പാർട്ട് അവരത് ചെയ്തു, അവരിത് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഒരു പാർട്ട് ഉണ്ട്. ഞാൻ പാതി ദൈവം പാതി എന്നുള്ളതാണല്ലോ. നമ്മുടെ പാർട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ അത് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. ഇപ്പൊ ഈ റമദാൻ മന്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫസ്റ്റ് നമ്മളെ
തൗബ ചെയ്യണം, അല്ലെങ്കിൽ ഫോർഗീവ്നെസ് മറ്റുള്ളവർക്ക് കൊടുക്കണം, മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കണം. നമ്മളെ എത്ര നമ്മളെ ഉപദ്രവിച്ച ആളാണെങ്കിലും ആ വ്യക്തിക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം എന്നാണ് പറയാ അല്ലെ. ഇത് പറയാന്നല്ലാതെ എത്ര പേർക്ക് അത് കംപ്ലീറ്റ്ലി ക്ഷമിക്കാൻ പറ്റാറുണ്ട്? നമ്മൾ പറയും ആ ഞാന് അന്നത് സംഭവിച്ചു ക്ഷമിച്ചു, പക്ഷെ ആ ഒരു വ്യക്തിയെ കാണുമ്പോ നിങ്ങൾക്ക് അതിന്റെ പേരിൽ സങ്കടം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദന വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് കംപ്ലീറ്റ്ലി മൈൻഡിൽ നിന്ന് ക്ഷമിച്ചിട്ടില്ല, പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ക്ഷമിക്ക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ എപ്പോഴും റിലീജിയസ് ആയിട്ടാണ് കാണുക അല്ലെ. എന്റെ സൃഷ്ടാവിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തു കൊടുക്കുന്നു എന്നുള്ളത്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എവിടെയോ ഒരു പേടിയും അവിടെ വരുന്നുണ്ട് അല്ലെ. ഞാൻ മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ സൃഷ്ടാവ് എന്നോട് കരുണ കാണിക്കില്ല, അല്ലെങ്കിൽ ക്ഷമിച്ചു തരില്ല എന്നുള്ള ഒരു സാധനത്തിന്റെ ഒരു ഫിയറും കൂടെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ക്ഷമിച്ചു കൊടുക്കുക, നമ്മൾ കംപ്ലീറ്റ്ലി ക്ഷമിച്ചു കൊടുക്കാൻ നമ്മളെ മൈൻഡിൽ നിന്ന് അത് പോവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്ഷമിച്ചു കൊടുക്കുക എന്നതിന് കേവലം എൻ്റെ സൃഷ്ടാവ് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു കൊടുക്കുക എന്നതിൽ ഉപരി എൻ്റെ മനസ്സിന് വേണ്ടിയിട്ട് ഞാനത് ക്ഷമിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് വേണ്ടി, നിങ്ങളുടെ ഇപ്പോഴത്തെ പീസ്ഫുൾ മൈൻഡിന്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളുടെ പഴയ കാലല്ല, ഇപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ആളുകൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. മുന്നേ അപ്പോ പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ്, മുന്നേ ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? മുന്നേയും ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ സ്പീക്കപ്പ് ചെയ്യാൻ പേടിയായിരുന്നു എന്നുള്ളതാണ്. റൈറ്റ്. ഇപ്പൊ നമുക്ക് എല്ലാ മീഡിയയിലും നിങ്ങൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അറ്റ് ദ എൻഡ് ഒരു ദിവസത്തിന്റെ ലാസ്റ്റ് പീസ്ഫുൾ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കാറായി. അപ്പൊ ഈ പീസ്ഫുൾ നമ്മളുടെ സുഖകരമായിട്ടുള്ള ജീവിതത്തിനും അതുപോലെ ലൈഫിൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യാനും ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മൾ ഈ ഫോർഗീവ്നെസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ക്ലാസ് കിട്ടും. ലോ ഓഫ് അട്രാക്ഷന്, മാനിഫെസ്റ്റേഷന്, വിഷ്വലൈസേഷന്, വിഷൻ ബോർഡ്. ഇപ്പൊ ന്യൂ ഇയർ തുടങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഇൻസ്റ്റഗ്രാം തുറന്നാൽ അത് മാത്രമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലെ. പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഓരോരുത്തർ കഴിഞ്ഞ വർഷം എന്തൊക്കെ അച്ചീവ് ചെയ്തു നിങ്ങളെടുത്ത് കാണിക്കുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സങ്കടം വരിക, എന്റെ ലൈഫിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയാം, വെറുതെ ഒരു വിഷൻ ബോർഡ് വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വിഷ്വലൈസേഷൻ ചെയ്തത് കൊണ്ടോ മാനിഫെസ്റ്റ് ചെയ്തത് കൊണ്ടോ അത് നടക്കണം എന്നില്ല. അവിടെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ തടസ്സം നിൽക്കുന്നത് നമ്മുടെ മൈൻഡിലുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പൊ ഈ മൈൻഡിലുള്ള കുറെ കാര്യങ്ങളെ നമ്മൾ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് ഒരു രീതിയിൽ അതിനെ ഇതാക്കിയാൽ മാത്രമാണ് നമുക്ക് അത് ആ ഒരു മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ, വിഷൻ ബോർഡ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് പോവലും അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കുറേ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു, പിന്നെ അത് അവിടെ ഇട്ടിട്ട് പോയി. ഇതൊന്നും നമുക്ക് നടക്കുന്ന കാര്യമില്ല, ഇതൊക്കെ വെറുതെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ മൈൻഡ് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾക്ക് ഉണ്ടായ വേദനകള്, സങ്കടങ്ങള്, കാര്യങ്ങള് അതിനെ കറക്റ്റ്ലി ആ ഒരു കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് അവിടെ ഏത് രീതിയിൽ കൊടുത്താലാണ്, ഏത് രീതിയിൽ ചെയ്താലാണ് അത് മൈൻഡിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുക, അത് നോക്കിയിട്ട് അതിനെ ഹീൽ ചെയ്യിപ്പിക്കുക. പിന്നത്തെ ഒരു കാര്യമാണ് നമ്മളുടെ അടുത്ത് ഉള്ള കാര്യത്തിൽ നമ്മൾ ആദ്യം ഫോക്കസ് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം എപ്പോഴാണ് ഇല്ലാത്ത കാര്യത്തിനാ ഫോക്കസ് കൊടുക്കുക. എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, അത് ഇത് ഇല്ല ഇല്ല ഇല്ല, അവർക്ക് അതുണ്ട്. പോരാത്തിന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഫുൾ ബ്ലോഗ്സ് കാര്യങ്ങൾ വരുന്നോണ്ട് തന്നെ ഫുൾ കമ്പാരിസൺ ആയിരിക്കും. ഓ അവരുടെ ലൈഫൊക്കെ എന്ത് ലൈഫാണ്, എന്റെ ലൈഫൊക്കെ കണ്ടാലും മതി.
അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കുമ്പോൾ ഓ ഒരു ഹസ്ബൻഡ് എന്ത് സ്നേഹമാണ്, അല്ലെങ്കിൽ അവരുടെ വൈഫ് എത്ര സ്നേഹം, നമ്മൾ നമ്മളുടെ ആയിട്ട് കമ്പയർ ചെയ്യാണ് പിന്നെ ചെയ്യുന്നത് ആക്ച്വലി അല്ലേ. നമ്മളൊരു ടൈം പാസിനായിരിക്കും കണ്ടു തുടങ്ങുക, പക്ഷെ അറിയാതെ നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകൾ ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളത് കറക്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് എന്താ പറയാ, ചിലപ്പോൾ അത്ര ഹാപ്പി ആയിട്ട് ഒരാള് വ്ളോഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് കണ്ടെത്തിയതല്ല, അവർ ഗ്രാജുവലി അത് ബിൽഡ് ചെയ്തെടുത്തതാണ്. കുറെ അച്ചീവ്മെന്റ്സ് വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ അവർ ഗോ ത്രൂ ചെയ്ത കുറേ സ്ട്രഗിൾസ് കാര്യങ്ങൾ ഉണ്ടാവും. ആ സ്ട്രഗിളിലൂടെ പോയിട്ട് ചിലപ്പോൾ ആ ബ്ലോഗ് ക്യാമറ ഓഫായ അടുത്തത് അവരുടെ സ്ട്രഗിളിങ് ഫേസ് ആയിരിക്കും. ഇത് കറക്റ്റ്ലി പറയാൻ കാരണം നമ്മളൊക്കെ ആ രീതിയിൽ പോകുന്ന പോയ ആളുകളാണ്. സ്ട്രഗിളിങ് ഫേസ് മറ്റൊരു ഭാഗത്ത് ഉണ്ടാവും, ഹാപ്പിനെസ് ഫേസ് മറ്റൊരു ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഇത് കാണുന്നവരെന്താക്കും, അതിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും, ഒന്നുമില്ലാതെ ഇങ്ങനെ കാണുന്നവര്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇരുന്ന് കാണാന്നല്ലാതെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എനിക്കും ഇതുപോലെ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും. അവിടെ തടസ്സം നിങ്ങൾക്ക് ഒരു രീതിയിലും പറ്റാത്തതാണ്, നിങ്ങൾ കൂടെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും അതൊന്നുമല്ല നിങ്ങളുടെ ഇഷ്യൂ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാത്രമാണ് ഇഷ്യൂ. ഒരു കാര്യം തുടങ്ങാൻ ഇപ്പൊ ഞാനും ഒരു 10 ഇയേഴ്സോളം അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ സാഹചര്യം ഓക്കെ അല്ല, എൻ്റെ കൂടെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് ക്യാഷ് തരാൻ ആളില്ല. ഇങ്ങനത്തെ രീതിയിൽ ആലോചിച്ച് ഇരുന്ന് 10 ഇയേഴ്സ് പോയി. പക്ഷെ ഉള്ളിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നു, അത് മാത്രം കെട്ടിട്ടില്ല, എഡ്യൂക്കേഷൻ. എനിക്ക് എഡ്യൂക്കേറ്റഡ് ആവണം, എനിക്ക് കരിയർ ബിൽഡ് ചെയ്യണം. ഇങ്ങനെ വെറുതെ മീൻസ് ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്ന ഓരോരുത്തർക്കും ഓരോന്ന്. ചിലർക്ക് എന്താണ് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാക്കി കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യം. ചിലർക്ക് അത് എഡ്യൂക്കേഷന് കരിയർ അതൊക്കെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിലത്തെ കാര്യം ചെയ്താൽ ഒരു മീനിങ് ഫുൾ എനിക്ക് കിട്ടില്ല. അതിൻ്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ ചെയ്യുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ഫീൽ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടെങ്കിലും ചെയ്യണം, നമ്മൾക്ക് വേണ്ടി നമ്മളുടെ മൈൻഡ് ടേക്ക് കെയർ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ ഒരു വീട് വൃത്തിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കും ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുള്ളൂ. മറ്റേതെന്താ അറിയോ, സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ അവരോടുള്ള സ്നേഹത്തിനാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു വെക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്താവും, മൈൻഡ് എക്സോസ്റ്റഡ് ആയി പോവും, പല കാര്യത്തിൽ ദേഷ്യങ്ങൾ വന്നു തുടങ്ങും. ഈ നമ്മൾ ആർക്കാണോ സ്നേഹത്തിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതേ ആളുകൾക്ക് നമ്മൾ സങ്കടം നൽകല് തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കേസിലൊക്കെ എനിക്ക് ഒരു കുഞ്ഞുണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത്ര ഹാപ്പിനെസ്, അത് ഏതൊരു പെണ്ണിന്റെയും ആഗ്രഹമായിരിക്കും ഒരു കുട്ടി ലൈഫിൽ വരിക എന്നുള്ളത് അല്ലെ. പക്ഷെ കുട്ടി ലൈഫിൽ വന്ന സമയത്ത് ആ കുട്ടിനോട് പെരുമാറുന്ന രീതി ഞാൻ ആഗ്രഹിച്ച രീതിയിലല്ലായിരുന്നു ആക്ച്വലി. അപ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് മീ. അപ്പൊ അത്രയും ദിവസം ഞാൻ എന്താ വിചാരിച്ചത്, എൻ്റെ കരിയർ, എഡ്യൂക്കേഷന്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം ഞാൻ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിന്നത് അവരുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ എന്ത് നല്ല കാര്യം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കൊരു കുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ കുട്ടീനോട് ഞാൻ ദേഷ്യപ്പെടുക ചെയ്ത്. അപ്പൊ അവിടെ എന്താണ്, എൻ്റെ സപ്രസ്ഡ് ഇമോഷൻസ് അല്ലെങ്കിൽ സപ്രസ്ഡ് നീഡ്സ്, ഞാൻ സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ ദേഷ്യമായിട്ട് പുറത്തു വരാൻ തുടങ്ങി. എന്നിട്ട് അത് തീർക്കുന്നത് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും ഡിപ്പെൻഡന്റ് ആക്കുന്ന ആളുകളോട്. എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അത് അല്ലേ. എന്നിട്ട് അത് ഒട്ടുമിക്ക ആളുകളും അതിനെ കുറിച്ചിട്ട്
ചിന്തിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ കുട്ടി ഉറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും അതിന്റെ പെയിന് നമ്മൾ അനുഭവിക്കുക. പക്ഷെ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി, എന്താ ട്രാൻസ്ഫോർമേഷൻ ജേർണി ആയിക്കോട്ടെ, അതുപോലെ എൻ്റെ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യൽ തുടങ്ങി, എൻ്റെ കരിയറിൽ ഫോക്കസ് ചെയ്യൽ തുടങ്ങി, ഇത് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് പാരന്റിങ് എന്നുള്ളതൊന്നുമല്ല. നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആവാനൊന്നും സാധിക്കില്ല. നമ്മൾ മനുഷ്യരാണ്. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ് ഉണ്ടാവും. പക്ഷെ അവിടെ കോൺഷ്യസ് ആയി എന്നുള്ളതാണ്. എൻ്റെ കുട്ടീനോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും റിയലി മീൻ ചെയ്യുന്നുണ്ടോ, ദേഷ്യപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ടോ? ഇനി അഥവാ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ മനസ്സിന്റെ ആ വേദന അവിടെ ഹീൽ ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കോൺഷ്യസ് ആയിട്ട് അതിനെ കാണാൻ തുടങ്ങി. ഓരോ കാര്യത്തിനെയും കോൺഷ്യസ് ആയിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ കോൺഷ്യസ് ആയിട്ട് കണ്ട സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതുവരെ ജീവിച്ച ലൈഫ് ഒന്നും അല്ലായിരുന്നു. എന്തോ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോവായിരുന്നു. ഇപ്പൊ അറിഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നത്. ദാറ്റ് ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ലൈഫിൽ വാല്യൂ കിട്ടുന്നൊരു സംഭവം. നമ്മള് എന്താ പറയാ, അറിവ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ഇങ്ങനെയും ചൂസ് ചെയ്യാം, ടീച്ചർ, ഏതും ചൂസ് ചെയ്യാം. പക്ഷെ ഏത് ജോലി എടുക്കുകയാണെങ്കിലും ഈ ഒരു വാല്യൂ ആഡഡ് ആയിട്ടുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ ആദ്യം വിചാരിച്ചത് നല്ല ജോലിയൊക്കെ ചെയ്യുന്നവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരുടെ ഫാമിലി, അവരുടെ ജോലി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനെ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് മാത്രം പോരാ. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് മാത്രം പീസ്ഫുൾ മൈൻഡോട് കൂടെ അതിനെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളുടെ സെൽഫിനെ തിരിച്ചറിഞ്ഞ് ആ ഒരു സെൽഫ് വാല്യൂ, നമ്മളുടെ പർപ്പസും കണ്ടെത്തിയിട്ട് നമുക്ക് തന്നെ വാല്യൂ കൊടുക്കുന്ന സമയത്താണ്, നമ്മുടെ ലൈഫിന് വാല്യൂ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ലൈഫിൽ നിന്ന് വരുന്ന ഓരോ റോളുകളെയും നമുക്ക് അത്രയും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിച്ച് അതിനെ കൈകാര്യം ചെയ്യാനും നോക്കിക്കാണാനും അതിന്റെ മീനിങ് മനസ്സിലാക്കാനും പറ്റുന്നേ എന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ പറയാനും ഞാൻ വിചാരിച്ചിട്ടുള്ള, കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാന്നുള്ളത്. അപ്പൊ നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളുടെ സെൽഫിലേക്കുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ക്ലിയറിങ് എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ചിന്തകളൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത്. ബിക്കോസ് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ബിലീഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് 100ഓളം ചിന്തകളാണ് നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്നത്. ഒരു 70,000 ചിന്തകളിലൂടെ ഒരു മനുഷ്യൻ ഒരു ദിവസം ഏകദേശം പോകുന്നുണ്ട്. അതിലധികം നെഗറ്റീവായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു ബിലീഫിനെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്താൽ 100ഓളം ചിന്തകളെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ലൈവിലുള്ളവര് ലൈവിലുള്ളവര് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ നമ്മുടെ സെഷന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് സൂം കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാമിലുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാം. സോ ഹോപ്പ് യു ഇത്രയും നേരം നിങ്ങൾ സെഷനിൽ ഇരുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കിതേപോലെ
സെഷൻസുമായിട്ട് വേറൊരു ദിവസം കാണാം.